മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വണ്ടർഫുൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ആക്ടറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മമ്മൂക്ക. അപ്പോൾ അത് ക്ലോസ്ലി വാച്ച് ചെയ്ത് കൂടെ വർക്ക് ചെയ്ത് അത് ലേൺ ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് ഓരോ വർക്കും. കഴിഞ്ഞ ഭീഷ്മപർവായാലും കളങ്കാവലായാലും ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ മേക്കർ അതൊരു വലിയ നഷ്ടമാണ്. സച്ചിയേട്ടനും ഉണ്ടായിരുന്നെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള വർക്ക്സ് നമുക്ക് കിട്ടിയേനെ. ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി തരുൺ ചേട്ടൻ ആദ്യമേ പറഞ്ഞത് തന്നെ ഈ ക്യാരക്ടറിന് ഇമോഷൻസ് ഭയങ്കര ഡീപ്പാണ്, ബട്ട് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇതിലൊരു ഡയലോഗും ഇല്ല. അതുപോലെ തന്നെയാണ് എനിക്ക് ശിഖേനെ ആലോചിക്കുമ്പം. ശിഖ സ്കൂൾ ടൈമിൽ പല രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഇറിറ്റേറ്റഡ് ആവുന്നു. കോളേജിലാവുമ്പോഴത്തേക്കിന് കുറച്ചുകൂടി ഗ്രോത്ത് വരുന്നു ആ ക്യാരക്ടറിൽ. ആൻഡ് വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു, മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വിഡ്രോ ചെയ്യുന്നില്ല ഒരു സിറ്റുവേഷനിൽ നിന്നും. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കുറച്ചുകൂടി ക്ലോസ് ആയെന്ന് തോന്നുന്നു ആ ക്യാരക്ടർ. ഇന്നലെയും കൂടെ ഞാൻ ഒരു പ്ലേസിൽ പോയപ്പോൾ ഒരമ്മ ഒരു ഫാമിലി ഇങ്ങനെ പോയപ്പോഴത്തേക്കിന് അവർ ആ ഒരു ക്യാരക്ടറിനോട് ഇടപെടുന്ന ഒരു ഇൻഡിപെൻഡൻസിയിൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും കാര്യങ്ങൾ തിരക്കുന്നതും. പണ്ട് ആൾക്കാർ നേർക്ക് നേർ കാണിക്കുമായിരുന്നു, ഇപ്പൊ ഉള്ളിൽ വെച്ചിട്ടാ പെരുമാറുന്നതെന്ന്. അതൊരു ഭയങ്കര ഒരു പോയിന്റാണ്. ആൻഡ് നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ച് നമ്മൾ കൂടെ നിന്ന് പോകും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതാണ് നേരത്തേലും ഡേഞ്ചർ. നോ ക്യാപ് ന്യൂസിനൊപ്പം ഇന്ന് അതിഥിയായിത്തിരിക്കുന്നത് ധന്യ അനന്യയാണ്. ഹായ് ധന്യ. ഹായ്. ഹൗ ആർ യു? ഗുഡ്. ഹൗ ആർ യു? ഫൈൻ. ധന്യനെ ആദ്യം കാണുമ്പോൾ തന്നെ നമുക്കെപ്പോഴും ജെസ്സി എന്നുള്ളൊരു കഥാപാത്രമാണ് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത്. അയ്യപ്പനും കോശിയിലെ ശക്തമായ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിലെ ജെസ്സിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ജെസ്സിയും സച്ചിച്ചേട്ടനും അയ്യപ്പനും കോശിയും ഒക്കെ എത്രത്തോളം പ്രിയപ്പെട്ടതാണ്, എങ്ങനെയാണ് അതിനെയൊക്കെ ഓർക്കുന്നത്? അയ്യപ്പനും കോശിയും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്ര ഇയേഴ്സ് കഴിഞ്ഞിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യപ്പനും കോശിയും വെച്ചാണ്. അപ്പോൾ ഇന്നും ആൾക്കാരത് ഓർക്കുന്നുണ്ട്, ആ ക്യാരക്ടറിനെ ഓർക്കുന്നുണ്ട്. ഏത് മൂവിയുടെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞാലും അവർ ജെസ്സിനെയും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു. എല്ലാം ഇമോഷൻസും എല്ലാം ഫീലിങ്സും ഗോ ത്രൂ ചെയ്യുന്നൊരു ക്യാരക്ടറാണ് സച്ചിയേട്ടനെ എനിക്ക് തന്നത്. അത് ഒരു ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സച്ചിച്ചേട്ടനാണെങ്കിലും എനിക്ക് തോന്നും ആ സിനിമ സച്ചിച്ചേട്ടൻ്റെ സെറ്റുകൾ എപ്പോഴും വളരെ ജനാധിപത്യപരമായിട്ടുള്ള സെറ്റുകളാണെന്ന് ആ സിനിമയോട് ചേർന്ന് നിന്നവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സച്ചിച്ചേട്ടൻ്റെ ഈ ഒരു വിടവാങ്ങൽ എത്രത്തോളം ആ ഒരു സ്പേസിൽ നിന്ന് നിങ്ങളെ എല്ലാവരെയും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ ശരിക്കും മലയാള സിനിമയിൽ എത്രത്തോളം ഒരു നഷ്ടമാണ് സച്ചി എന്നുള്ളൊരു സംവിധായകൻ, മേക്കർ? ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ മേക്കർ അതൊരു വലിയ നഷ്ടമാണ്. നമുക്കും വലിയ നഷ്ടമാണ്. പിന്നെ സച്ചിയേട്ടനും ഉണ്ടായിരുന്നെങ്കിൽ കുറേ വർക്ക്സ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള വർക്ക്സ് നമുക്ക് കിട്ടിയേനെ. അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. സച്ചിയേട്ടന് ചെയ്യാനുള്ള ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമുക്കൊരു വലിയ ലോസാണ് അത്. ആസ് എ ഫിലിം മേക്കർ മാത്രമല്ല, ഒരു നല്ലൊരു മനുഷ്യനൂടെയായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ലോസാണ് നമുക്കെല്ലാവർക്കും. നമുക്ക് അത്തരത്തിലുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തുടർന്നുള്ള നമ്മുടെ കരിയറിന് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പഠനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് കിട്ടിയേക്കാം. അത്തരത്തിൽ ജെസ്സിയും അയ്യപ്പനും കോശിയും ധന്യയുടെ കരിയറിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? പിന്നീടുള്ള കരിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാം, ആ ക്യാരക്ടർ ജെസ്സി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കിന് എനിക്കിപ്പം അതിൽ ഡിഫറെൻറ്റ് ഇമോഷൻസ് ചെയ്ത് കാണിക്കാൻ പറ്റി, ഗോ ത്രൂ ചെയ്യാൻ പറ്റി. അപ്പോൾ ആസ് എൻ ആക്ടർ അതെനിക്ക് കിട്ടിയൊരു പ്ലസ് പോയിൻ്റാണ്. അതിൽ ഒരു കാര്യം മാത്രമല്ല എനിക്ക് ചെയ്യാനുള്ളത്. കരച്ചിലുണ്ടെങ്കിലും കരയുക മാത്രമല്ല ജെസ്സി ചെയ്യുന്നത്, അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസിലൂടെ ജെസ്സി പോയി. അപ്പോൾ ഒരു ആക്ടറിന് അത് കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്ലസ് പോയിൻ്റാണ്. എനിക്കും ആസ് എൻ ആക്ടർ പല രീതിയിൽ പെർഫോം ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു വേയിൽ തന്നെ ഒരു സ്റ്റേജിൽ തന്നെ ഇരിക്കുക എന്നുള്ളതല്ല,
പല കാര്യങ്ങൾ ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് ആസ് എൻ ആക്ടർ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ജെസ്സിയിലൂടെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കുറച്ചുകൂടി ക്ലോസ് ആയെന്ന് തോന്നുന്നു ആ ക്യാരക്ടർ. ഇന്നലെയും കൂടെ ഞാൻ ഒരു പ്ലേസിൽ പോയപ്പോൾ ഒരമ്മ ഒരു ഫാമിലി ഇങ്ങനെ പോയപ്പോഴത്തേക്കിന് അവർ ആ ഒരു ക്യാരക്ടറിനോട് ഇടപെടുന്ന ഒരു ഇൻഡിപെൻഡൻസിയിൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും കാര്യങ്ങൾ തിരക്കുന്നതും അത് വർക്ക് വൈസും അല്ലാത്ത ടുവേർഡ്സ് ദ ഓഡിയൻസും എന്നെ ക്ലോസ് ആയിട്ട് നിർത്തുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നമ്മൾ അവസാനമായിട്ട് കണ്ടത് കണക്കാവലിലെ അഭിജയാണ്. ആ ബസ്സിൽ വരുന്നുള്ള ആ ഒരു ഫ്രെയിം അത് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അപ്പോൾ മമ്മൂക്കാൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്. ഭീഷ്മപർവ്വത്തിലെ ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ എൽസ എന്നുള്ളൊരു കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്കാൻ്റെ കൂടെ അന്ന് ഒരു നമുക്കൊരു ആവശ്യമുണ്ട്, നമ്മളെ സഹായിക്കണം എന്ന രീതിയിൽ ഒരു അമ്മയും മോളും കൂടെ കയറി വരുന്നു. ഇന്ന് മമ്മൂക്ക ചീറ്റ് ചെയ്യുന്ന അത്രയും ഒരു ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡ് പോലെ ഒരു കഥാപാത്രം ഒപ്പം ഇരുന്ന് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. എന്ത് തോന്നുന്നു? രണ്ടും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അതിൽ എൽസ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അമലേട്ടൻ തരുമ്പോഴത്തേക്കിന് അത് വേറൊരു ഡിഫറെൻറ്റ് ഒരു വർക്കാണ്. ഇതിൽ അഭിജയായിട്ട് ചെയ്യുമ്പോഴും ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഓരോന്നും ചെയ്യുമ്പോഴും നമ്മൾ ഡിഫറെൻറ്റ് ക്യാരക്ടർ പ്ലേ ചെയ്യുവാണ്. ഓരോ ക്രൂവും അപ്രോച്ച് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ്. അന്ന് ആ വർക്കിൽ ഇൻവോൾവ് ആവുന്നതും ഈ കളങ്കാവലിൽ നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോഴും ഡിഫറെൻ്റ് ആണ് അപ്രോച്ച് എല്ലാം. ആ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഈ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഡിഫറെൻ്റ് അപ്രോച്ചസിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. ബട്ട് അതെല്ലാം ഒരു ലേണിങ്ങും ആണ് ഇപ്പം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന വർക്കിൽ. മമ്മൂട്ടി എന്നുള്ള ഒരു ആക്ടറുടെ കൂടെ എന്താ പറയുക, നമ്മളൊരു ഫ്രെയിമിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും ചിലപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചേക്കാം, അങ്ങനെ പല രീതിയിലുള്ള ഇമോഷൻ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോയേക്കാം. പക്ഷേ ഈ രണ്ട് സിനിമകളിലും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രെയിമിലാണ് വന്നു പോയിട്ടുള്ളത്. അപ്പം അത്തരത്തിൽ എങ്ങനെയാണ് മമ്മൂക്കാൻ്റെ കൂടെ ഒരു ഫ്രെയിമിൽ വരുമ്പോൾ നമ്മളൊരു ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കലും വാങ്ങലും ഒക്കെ എങ്ങനെയാണ് ശരിക്കും? മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത്ര ക്ലോസ് ആയിട്ട് നമ്മളിപ്പം നമ്മൾ യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത് വേറൊരു വേ ആണ്. ആൻഡ് നമ്മൾ ഓരോ വർക്കിൽ പോയി ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് വേറെയാണ്. മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഭയങ്കര വണ്ടർഫുൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ആക്ടറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മമ്മൂക്ക. അപ്പോൾ അത് ക്ലോസ്ലി വാച്ച് ചെയ്ത് കൂടെ വർക്ക് ചെയ്ത് അത് ലേൺ ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് ഓരോ വർക്കും. കഴിഞ്ഞ ഭീഷ്മപർവ്വമായാലും കളങ്കാവലായാലും. അപ്പോൾ അവിടെ അങ്ങനെ ടെൻഷൻ അടിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല നമുക്ക് ഫസ്റ്റ്ലി. പിന്നെ ഈ പറയുന്ന പോലെ അത്രയും രസമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുമ്പോഴത്തേക്കിന് നമ്മളും ഓട്ടോമാറ്റിക്കലി ആ ടെക്നിക്കിൽ കയറി നമുക്കും എങ്ങനെ ആ ടെക്നിക്സ് എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചെയ്യാൻ നോക്കും. എന്നിട്ട് വീണ്ടും വീണ്ടും അത് ചെയ്ത് പഠിക്കാൻ നോക്കും. കാരണം ഇത്രയും ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഗെയിൻ ചെയ്യാനുള്ള ഒരു ചെറിയൊരു പോർഷൻ നമുക്കും അവിടെ കിട്ടുവാണ്. അത് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ അടുത്ത്? ഇന്ന ഒരു കാര്യം എന്ന് വെച്ച് പറയാൻ എനിക്ക് അറിയില്ല. ബട്ട് ഇപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് നമ്മളൊരു പ്ലേസിൽ വന്ന് ഇപ്പം ഇതൊരു ഷൂട്ടിംഗ് സെറ്റാണ്, മമ്മൂക്ക വന്നൊരു ക്യാരക്ടർ വന്ന് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിന് അത് നമുക്ക് മനസ്സിലാവും ഒരു ആക്ടർ വന്ന് ചെയ്യുമ്പോഴത്തേക്കിന്. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മളും അവിടെ പെർഫോം ചെയ്യാനിരിക്കുവാണ്. പിന്നെ എല്ലാം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഗിവ് ആൻഡ് ടേക്കിൽ അത് ഹാപ്പൻ ആവുകയാണ്. അവിടെ എന്ത് സംഭവിക്കുന്നോ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ എത്രയും നല്ലതാക്കാമോ നല്ലതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കും. ഇപ്പോൾ കണക്കാവലിലാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള നെറേറ്റീവുകളൊക്കെ വരുന്നുണ്ടായിരുന്നു സിനിമയെ കുറിച്ചിട്ട്. അപ്പം ഒരു യഥാർത്ഥ ഇൻസിഡൻസിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ടാണ് ഇൻസ്പയർ ചെയ്തിട്ടാണ് സിനിമ വന്നിട്ടുള്ളത്. അപ്പം ശരിക്കും ആസ് എ പേഴ്സൺ തന്നെ നോക്കുമ്പോൾ
സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി ഒരുപാട് പെൺകുട്ടികളെയാണ്, അതും ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ഫാമിലിയിൽ അധികപ്പെട്ടാണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഡിവോഴ്സി ആയിട്ടുള്ള, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള പെൺകുട്ടികളെയാണ് ചൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? കാരണം ഇതൊരു റിയൽ ഇൻസിഡൻറ്റുമായിട്ടും കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട്. അത് ശരിക്കും ഹാപ്പൻ ആവുന്ന സിറ്റുവേഷൻ ആണ്. ഇപ്പം റിയൽ ഇൻസിഡൻറ്റ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നോർമലി പലയിടത്ത് ഇപ്പം സ്റ്റാൻലിനെ ഒരു ക്യാരക്ടറിനെ എടുത്തയാന്ന് പറഞ്ഞു, അങ്ങനെ അല്ലാതെ തന്നെ നമ്മൾ അറിയാത്ത കുറേ സിറ്റുവേഷൻസ് നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ആൾക്കാരിലും നടക്കുന്നത് നമുക്ക് അറിയായിരിക്കും. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഭയങ്കര നോർമലാണ് എനിക്ക് തോന്നുന്നു ഇപ്പം സൊസൈറ്റിയിൽ. അത് ഒരാൾ ആവാനും ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരാൾ യൂസ് ചെയ്യാനും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു സോൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു സാധനം ആരും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ആദ്യമേ സ്വന്തമായിട്ടൊരു സെൽഫ് കെയർ എന്നൊക്കെ പറയില്ലേ, അതിലാരും ഫോക്കസ് ചെയ്യുന്നില്ല. അത് ചെയ്യാത്തപ്പോഴാണ് പല രീതിയിലും ഇത് ഇഷ്ടമാന്ന് പറഞ്ഞ് നമ്മൾ മാനിപ്പുലേറ്റഡ് ആകുന്നു, ഇത് കെയറാ എന്ന് പറഞ്ഞ് നമ്മൾ മാനിപ്പുലേറ്റഡ് ആകുന്നു. ബട്ട് അതൊന്നും ആയിരിക്കില്ല. നമ്മൾ നമ്മുടെ ടൈമും എനർജിയും ചിലപ്പം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോയിന്റിൽ ക്ലിയർ ആവുന്ന പ്രശ്നങ്ങളായത്. ബട്ട് സ്റ്റിൽ ആൾക്കാർക്ക് ആ ഒരു കാര്യം നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുക. അത് ഒട്ടും ഓക്കെ അല്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതൊട്ടും ഓക്കെ അല്ല. നമ്മൾ എപ്പം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു ദാറ്റ് നമ്മൾക്ക് നമ്മളെ ഉള്ളൂ എന്ന് നമ്മളെപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അപ്പം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതെല്ലാം. ഇപ്പോൾ ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാരിലേക്കാണ് ഇത്തരത്തിൽ കൂടുതൽ കൈകൾ വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു മെൻ്റൽ ഹെൽത്തിനൊക്കെ എത്രത്തോളം നമ്മൾ പ്രാധാന്യം നൽകണം, നമ്മളൊരു തെറാപ്പി എടുക്കുക, അത് ഒരു സൈക്കോളജിസ്റ്റിനെ നമ്മൾ സീക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ഇന്നത്തെ കാലത്ത് അതിലൊരു മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് ഭയങ്കര പണ്ടൊക്കെ അത് നമ്മൾ തമാശ പോലെ വട്ടാണ് ആ രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷെ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് മെൻ്റൽ ഹെൽത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു എവിടൊക്കെയോ ആൾക്കാർക്ക് ഇപ്പം എനിക്ക് വേറെ ആരും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, വേണം. ബട്ട് എന്നെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരാളെന്ന് വെക്കുന്നിടത്ത് അത് ഭയങ്കര പ്രോബ്ലം ആണ്. ഇമ്പോർട്ടൻസ് ഉണ്ട് മറ്റൊരാൾക്കും, ബട്ട് സ്റ്റിൽ നമ്മളെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കുമ്പം നമുക്കും നെഗറ്റീവ് ഇല്ല എന്നല്ല, നമ്മളെയും കൂടെ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴും ബാക്കിയുള്ള ആൾ നമ്മളെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കിന് കുറച്ചുകൂടി സോർട്ടഡ് ആവും തോന്നുന്നു ആൾക്കാർ തമ്മിലുള്ള കാര്യങ്ങൾ. ആൻഡ് യൂസ് ആവാൻ നിൽക്കാതിരിക്കുക. പിന്നെ ഒബ്വിയസ്ലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇപ്പം ലോട്ട് ഓഫ് മെഡിക്കൽ കെയർസ് ഉണ്ട്, ഓപ്പണായിട്ട് സംസാരിക്കുക, ടേക്ക് കെയർ ചെയ്യുക, മെൻ്റൽ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യുക. അതിലൊന്നും ബാക്കപ്പ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് പിന്നെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അത് നമ്മൾ എടുക്കുന്ന ഓരോ ഡെസിഷൻസിലും. എനിക്കറിയാവുന്ന പേഴ്സണലായിട്ട് അറിയാവുന്ന കുറേ ആൾക്കാർ ഒരു കാര്യം സോർട്ട് ആവാതെ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി അവർ വേറൊരു സെയിം തിങ് റിപ്പീറ്റ് ചെയ്യും. ബട്ട് അതൊരു സൊല്യൂഷൻ അല്ല, അത് തൽക്കാലത്തേക്കിനുള്ള ഒരു പോം വഴി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ബട്ട് അതിനെ ഒന്ന് ഹീൽ ചെയ്ത് ഭയങ്കര കാമായിട്ടും കൈൻഡായിട്ടും മുന്നോട്ട് പോകാൻ നോക്കിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ബാക്ക് ടു ഇപ്പൊ കണങ്കാവൽ വന്നപ്പോഴാണ് മെന്റൽ ഹെൽത്ത് ഒക്കെ വന്നത്. ബാക്ക് ടു സിനിമയിലേക്ക് വരുവാണെങ്കിൽ 41 എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ധന്യ ആദ്യമായിട്ട് മലയാള സിനിമയിൽ എത്തുന്നത്. അപ്പോൾ ഇത്രയും വർഷം സിനിമയിലുണ്ട്, പക്ഷെ തന്നെ ചെയ്ത സിനിമകളൊക്കെ കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ഡെപ്തുള്ള കഥാപാത്രങ്ങളാണ്. കാരണം ആ സിനിമ കണ്ടവർ ആ കഥാപാത്രത്തെ ഓർക്കും. ഇപ്പോൾ സൗദി വെള്ളയ്ക്കയിലെ കഥാപാത്രമാണെങ്കിലും ഓപ്പറേഷൻ ജാവയിലെ കഥാപാത്രം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ രീതിയിൽ നിൽക്കുന്ന ഈ സിനിമകളുടെയൊക്കെ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി തന്നിലേക്ക് വരുന്ന കഥാപാത്രങ്ങളിൽ ഏത് പിക്ക് ചെയ്യണം, ഏത് വേണ്ട വെക്കണം എന്നൊരു പ്രിവിലേജിലാണോ തന്നെ ഇപ്പോൾ സ്റ്റാൻഡ് ചെയ്യുന്നത്?
അങ്ങനെ പ്രിവിലേജ് ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ കോൺഷ്യസ്ലി ചൂസ് ചെയ്യാറുണ്ട് വരുന്ന വർക്ക്സിൽ. എങ്ങനെയുള്ള വർക്ക്സ് ചൂസ് ചെയ്യണം എന്നുള്ളൊരിതുണ്ട്. ഇപ്പം ഒരു ഗ്യാപ്പ് ഉണ്ട്, നമ്മളിപ്പം വർക്ക് ചെയ്യാതിരിക്കുമ്പോഴും ഓക്കെ ഒരു വർക്ക് വന്നു ചെയ്യാന്നുള്ള ഒരു പാറ്റേണിലല്ല. നമ്മൾ ആ വർക്കിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ ക്യാരക്ടറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് ഈ പറയുന്ന പോലെ സ്ട്രോങ് ക്യാരക്ടേഴ്സ് ചെയ്യാവൂന്നുള്ളതില്ല എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക, കോമിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക, പല രീതിയിൽ. ഇപ്പം നോർമലായിട്ടുള്ള മനുഷ്യന്മാർ തന്നെ ഏതൊക്കെ രീതിയിലുണ്ട്. അപ്പം പല രീതിയിൽ പല ഹ്യൂമൻസിനെ, ഇപ്പോഴത്തെ പ്രസൻറ്റ് ഹ്യൂമൻസിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക പല ക്യാരക്ടേഴ്സിലൂടെ എന്നുള്ളത് എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ്. നമുക്ക് അത്തരത്തിൽ നമുക്കൊരു ചൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ നിൽക്കുമ്പോഴും ഒരുപക്ഷെ നമ്മൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് നിലനിൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് രണ്ടും ഒരു കോൺഫ്ലിക്റ്റ് വരാറുണ്ട് എപ്പോഴെങ്കിലും? ആ ഒരു വെയിറ്റിംഗ് ടൈം ഒരു വെയിറ്റിംഗ് ടൈം ആണ് അത്. ഈ പറയുന്ന പോലെ അതിലും നമ്മുടെ ഈ മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ ഈ അൺകൺസിസ്റ്റൻസിയിലൊക്കെ നമുക്ക് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ ആ ടൈമിൽ നമുക്ക് നമ്മളെ ടേക്ക് കെയർ ചെയ്യാവുന്നുള്ളതാണ്. നമ്മൾ പുതിയ വർക്ക്സ് കാണുക, ആ ലേണിംഗ് പ്രോസസ്സ് അവിടെ ഹാപ്പൻ ആയിക്കൊണ്ടിരിക്കുക, ഇഷ്ടമുള്ള പെർഫോമേഴ്സിൻ്റെ പെർഫോമൻസ് കാണുക, ആ ലേണിംഗ് നിർത്താതെ ലേൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത്രയും പ്രശ്നമായിട്ട് വരില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഇനി തരുൺമൂർത്തിയിലേക്ക് വരുവാണെങ്കിൽ, തരുൺമൂർത്തിയുടെ 2 സിനിമകളിലും സുപ്രധാന വേഷമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിനായകൻ്റെ ഓപ്പറേഷൻ ചാവയിലെ വിനായകൻ്റെ ഭാര്യ. ആ ഒരു സ്ത്രീ കഥാപാത്രം ഭയങ്കര ശക്തമായി, എനിക്കൊന്നും ഡയലോഗ്സ് വളരെ കുറവാണെങ്കിൽ ഡയലോഗ്സ് ഇല്ല, ഭയങ്കര നോട്ടത്തിൽ പോലും ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു തീഷ്ണതയുള്ള നോട്ടമൊക്കെയാണ്, നിസ്സഹായാവസ്ഥയും എല്ലാം കൂടിയുള്ള ഒരു കഥാപാത്രമാണ്. അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് ഓർക്കുന്നത്? അതുപോലെ തരുൺമൂർത്തിയുടെ കൂടെയുള്ള ഒരു വർക്കിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു സെക്കൻഡ് ടൈം കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് അവർ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്തു, വീണ്ടും സെക്കൻഡ് ടൈം ഒരു ട്രസ്റ്റ് വെച്ച് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ വെക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ക്യാരക്ടറിനെ പറ്റി ഓർക്കുമ്പോൾ, ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റി തരുൺ ചേട്ടൻ ആദ്യമേ പറഞ്ഞത് തന്നെ, ഈ ക്യാരക്ടറിന് ഇമോഷൻസ് ഭയങ്കര ഡീപ്പാണ്. ആ ക്യാരക്ടർ ഉള്ള സിറ്റുവേഷൻ ഭയങ്കര വല്ലാത്ത സിറ്റുവേഷനാണ്. ബട്ട് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇതിലൊരു ഡയലോഗും ഇല്ല. ഡയലോഗ് ചേർക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, ബട്ട് ഒരു ഡയലോഗും ഇല്ല, സൈലൻസിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന്. ബട്ട് എനിക്ക് അതായിരുന്നു ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്. ആസ് എൻ ആക്ടർ എനിക്ക് സൈലൻസിലൂടെ ഞാൻ അത് പെർഫോം ചെയ്തെടുക്കുക, ഒരു വേർഡ് പോലും പറയാതെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് എനിക്കതിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിന്റ്. അങ്ങനെയാണ് ഞാൻ ആ ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറിൽ എത്തുന്നത്. അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു ആക്ടറുടെ രീതിയിൽ? അത് ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാം ഉള്ളിൽ വെച്ച് നമ്മളൊരു സിറ്റുവേഷനെ ഫൈറ്റ് ചെയ്യാനും ഓവർകം ചെയ്യാനും ട്രൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ജാനകിയിലൂടെ ഞാൻ പ്ലേ ചെയ്തത്. അപ്പോൾ അത് പ്ലേ ചെയ്തത് എനിക്കൊരു ലേണിംഗ് ആയിരുന്നു. ആക്ടർ എന്ന രീതിയിൽ നമ്മളൊരു ലൈം ലൈറ്റിലേക്കൊക്കെ എത്തുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രൈവസി പല രീതിയിലും നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുകയാണല്ലേ എപ്പോഴും. അപ്പോൾ അതൊക്കെ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട്, നമ്മുടെ പ്രൈവസിയിലേക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? പ്രൈവസിയിലേക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെയും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സിനിമയല്ലാതെ ധന്യയുടെ മറ്റിഷ്ടങ്ങളും സിനിമയിൽ ചെയ്യാത്ത സമയങ്ങളിൽ എന്തിലാണ് കൂടുതൽ? സിനിമ ഇല്ലാത്തപ്പോൾ ഞാൻ ഇപ്പോൾ എഴുതുന്നുണ്ട്, എഴുതാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഫോക്കസ് അതിലാണ്. അല്ലെങ്കിൽ
ഞാൻ എന്തെങ്കിലും വായിക്കുകയും മൂവീസ് കാണുകയും ചെയ്യും. ബട്ട് കൂടുതലും ഞാൻ ഇപ്പോൾ ഒന്ന് റൈറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പം ജാനകിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ ധന്യ ചെയ്ത കഥാപാത്രങ്ങൾ നമുക്കൊരു ഒരു പീക്ക്, ഒരു വാവ് സാധനം കിട്ടുമല്ലോ സ്വയം. അങ്ങനെ അത്തരത്തിൽ ഏത് വേഷമായിരിക്കും കൂടുതൽ ധന്യയെ? ഇതാണെങ്കിൽ എനിക്ക് എല്ലായിടത്തും ചോദിക്കും ഇത്. ബട്ട് ശരിക്കും ഞാനും അല്ലാതിരുന്ന് ആലോചിക്കുമ്പോഴത്തേക്കിന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് എല്ലാം ഒരു വിധം ഒരു ഗ്യാപ്പ് ഇട്ട് വരുന്ന വർക്ക്സാണ്. അപ്പോൾ അത്രയും വർക്ക് ചെയ്തും അത്രയും ടൈം വെയിറ്റ് ചെയ്തും കിട്ടിയ വർക്ക്സാണ്. അപ്പോൾ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന ക്യാരക്ടറായിട്ട് എനിക്ക് ചൂസ് ചെയ്യാനില്ല. പിന്നെ എനിക്ക് ആസ് എൻ ഓഡിയൻസിൻ്റെ ഇത് കാണുവാണെങ്കിൽ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഇപ്പോഴും ജെസ്സിയാണ് കുറച്ചുകൂടി ഫേവറേറ്റ് ആയിട്ട്, കുറച്ചധികം ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പം KSFTCയുടെ ഫണ്ട് ഉപയോഗിച്ച് VS സനോജ് ഒരുക്കിയിട്ടുണ്ടായിരുന്ന അരിക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ കോരൻ്റെ ചെറുമകൾ വേഷം. അത് വളരെ, കാരണം നമുക്ക് KSFTCയുടെ ഒക്കെ ഒരു ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ്. അങ്ങനെ ഒരു ഫണ്ടിൽ ഇത്ര ഒരു വലിയ ഒരു പാൻ ഇന്ത്യൻ സിനിമ പോലെ ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ആ സിനിമ തിയേറ്ററിൽ എത്തിയപ്പോൾ സാധാരണ KSFTC സിനിമകളിലേക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വീകാര്യതയും കിട്ടിയിരുന്നു. ആ ഒരു കഥാപാത്രം ധന്യയായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട്, ധന്യക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ആ ഒരു വേഷം അതിന് ആ സിനിമയിൽ അവതരിപ്പിച്ചതിനെ കുറിച്ച്? അതിലൊരു ആ ക്യാരക്ടറിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്കൂൾ ടൈം കാണിക്കുന്നുണ്ട്, ഒരു കോളേജ് ടൈം കാണിക്കുന്നുണ്ട്, പിന്നെ അതിന് ജോലി, അതൊരു ജഡ്ജ് ആവുന്നതും കാണിക്കുന്നുണ്ട് ശിഖ. അപ്പോൾ അങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഗ്രാഫ് ഉണ്ട് ആ ക്യാരക്ടറിന്. അത് രസമായിട്ടുള്ളൊരു മാർക്കാണ് ആ ക്യാരക്ടറിന്. പിന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ത്രൂ ഗ്രാഫ്. കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന, ലൈഫിലെ സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്ന ഒരു ഗ്രോത്ത് ഉണ്ട് ആ ക്യാരക്ടറിന്. അപ്പം അങ്ങനെ റിലേറ്റീവ് ആണെങ്കിൽ എനിക്കും പല കാര്യങ്ങളെ ലൈഫിൽ ഡീൽ ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ ഡീൽ ചെയ്ത രീതി ആയിരിക്കില്ല ഇപ്പം ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എനിക്ക് ശിഖേനെ ആലോചിക്കുമ്പം. ശിഖ സ്കൂൾ ടൈമിൽ പല രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഇറിറ്റേറ്റഡ് ആവുന്നു. കോളേജിലാവുമ്പോഴത്തേക്കിന് കുറച്ചുകൂടി ഗ്രോത്ത് വരുന്നു ആ ക്യാരക്ടറിൽ. ആൻഡ് വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു, മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വിഡ്രോ ചെയ്യുന്നില്ല ഒരു സിറ്റുവേഷനിൽ നിന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രോങ് ക്യാരക്ടറാണ്. ലൈക്ക് നമ്മൾ ഓരോരുത്തരെ പോലെ ഒരു ക്യാരക്ടറാണ് ശിഖ. ഒരു സിറ്റുവേഷൻ വന്നിട്ടും ബാക്കപ്പ് ആവാതെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. ജനഗണമനയിലെ കഥാപാത്രവും ശിഖയും തമ്മിൽ ഒരു ചെറിയൊരു കണക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ആള് സ്വയം തോറ്റു പോകുന്നു. അതെ, ഇവിടെ ഫൈറ്റ് ചെയ്യുന്നു, ഇത് ടോട്ടലി ഓപ്പോസിറ്റ്. അവിടെ അതാ നമ്മുടെ ലൈഫിൽ പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഇല്ലേ. ഇപ്പം രണ്ടുപേരും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ശിഖ എന്ന് പറയുമ്പോഴത്തേക്കിന് ഫൈറ്റ് ചെയ്ത് ശിഖ ഭയങ്കരമായിട്ടും ഇപ്പം ആ മൂവി പറയുമ്പോഴത്തേക്കിന് വല്ലാണ്ടായ ഒരു സിറ്റുവേഷനിൽ തിരിച്ച് എല്ലാം ഡ്രോപ്പ് ചെയ്ത് വീട്ടിലെത്തുന്ന അവസ്ഥ വരെ ശിഖ എത്തി. ബട്ട് സ്റ്റിൽ അപ്പൂപ്പൻ പറയുന്നതും അച്ഛൻ്റെ സിറ്റുവേഷനും എല്ലാം കാര്യങ്ങളും ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തിരിച്ച് ഫൈറ്റ് ചെയ്തു. അത് ഓരോരുത്തരുടെ സിറ്റുവേഷനാണ്. വിദ്യയുടെ സിറ്റുവേഷൻ ടോട്ടലി വേറെയാണ്. വിദ്യ ഫൈറ്റ് ചെയ്ത് ഗിവ് അപ്പ് ചെയ്തു. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സും ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. PhD ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പം അവർ പേഴ്സണലി ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞായിരുന്നു ദാറ്റ് അവരും പേഴ്സണലി ഭയങ്കര വല്ലാത്ത സിറ്റുവേഷൻസിലൂടെ പോയ സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ബട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതെന്ന് വെച്ചാൽ ഗിവ് അപ്പ് ചെയ്യാതെ എങ്ങനെയും ഫൈറ്റ് ചെയ്യുക, ഒരു ലൈഫ് എങ്ങനെയും ഫൈറ്റ് ചെയ്ത് പോവുക. ഇപ്പോൾ അരിക് സിനിമയിൽ സ്കൂൾ ടൈമിൽ ഒരു ഇൻസിഡൻറ്റ് പറയുന്നു എന്ന് മെൻഷൻ ചെയ്തിരുന്നല്ലോ. അത്തരത്തിൽ ഇവിടെ ബോഡി ഷെയ്മിങ് ആണെങ്കിലും, നിറത്തിൻ്റെ പേരിലാണെങ്കിലും, ജാതിയുടെ പേരിലാണെങ്കിലും,
ഇന്നും ജാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് അരികു പോലുള്ളതും പരീറും പെരുമാറും പോലുള്ള സിനിമകളൊക്കെ ഇവിടെ വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഈ ഷെയ്മിങ് മനുഷ്യനെ ബാധിക്കുന്നത് ഇന്നത് ഇച്ചിരി കൂടെ കോൺഷ്യസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ സിനിമകളിൽ അത്തരത്തിൽ ഉപയോഗിച്ച പ്രയോഗങ്ങൾ പോലും ഇന്ന് അതേ മേക്കേഴ്സ് തന്നെ അത് തെറ്റായിരുന്നു എന്ന് തുറന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും പല സിനിമകളിലും അത്തരം സ്കിറ്റുകളിലൊക്കെ അതൊക്കെ കോമഡികളായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് അതിന് മാറ്റം വന്നതായിട്ട് ഇതെല്ലാം നോക്കിക്കാണുമ്പോൾ തോന്നിയിട്ടുണ്ടോ? മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. പല വേയിൽ പല ആൾക്കാർ പലയിടത്ത് ഗ്രോ ചെയ്തിട്ടുണ്ട്. ബട്ട് മൊത്തത്തിൽ മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല. ഇപ്പം അരികെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, അതിൽ പറയുന്നുണ്ട് ദാറ്റ് പണ്ട് ആൾക്കാർ നേർക്ക് നേർ കാണിക്കുമായിരുന്നു, ഇപ്പൊ ഉള്ളിൽ വെച്ചിട്ടാ പെരുമാറുന്നതെന്ന്. അതൊരു ഭയങ്കര ഒരു പോയിന്റാണ്. നമുക്ക് മനസ്സിലാവില്ല ആള് നമ്മളെ എങ്ങനെയാണ് കാണുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ആൻഡ് നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ച് നമ്മൾ കൂടെ നിന്ന് പോകും. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതാണ് നേരത്തേലും ഡേഞ്ചർ. അതൊക്കെ തീരുന്ന ടൈം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു, ഒബ്വിയസ്ലി കഴിഞ്ഞു. ഇപ്പം അതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഓരോ ഡിസാസ്റ്റർ ഈ വേൾഡിൽ വരുമ്പോഴും നമ്മൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പീക്കിലെത്തും. ബട്ട് സ്റ്റിൽ വീണ്ടും നമ്മൾ അതേ പഴയ അവസ്ഥയിൽ പൊക്കോണ്ടിരിക്കുക. എന്നാലും കുറച്ചുകൂടി അല്ല, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയാൽ ബെറ്റർ ആയിരിക്കും. ഇന്ന് മൊത്തത്തിൽ കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല. ബട്ട് നമുക്ക് വർക്കിലൂടെ സംസാരിക്കാം. എന്തെങ്കിലും ഞാൻ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അതിലൂടെ എനിക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ ലൈഫിലൂടെ നമുക്കത് ഇല്ലാണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ധന്യ മലയാളിയാണോ എന്ന് പോലും ചിലർക്കൊരു ഡൗട്ടുണ്ട്. ധന്യയുടെ സംസാരത്തിലാണെങ്കിലും മലയാളം പിടിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ശരിക്കും ധന്യ ആരാണ്? ധന്യ പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ മലയാളിയാണ്. ജനിച്ചത് മീററ്റിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരിക്കും. കാരണം മീററ്റിൽ ഞാൻ കുറച്ച് ടൈം, ഒരുപാട് നാളൊന്നും ഞാൻ മീററ്റിൽ ജീവിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു 6th വരെ മീററ്റിൽ ജീവിച്ചു. ആൻഡ് അതുവരെ ഞാൻ മലയാളം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉണ്ടാവുന്ന ഒരു പിടുത്തമാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ മലയാളം സ്പീക്ക് ചെയ്യാൻ തുടങ്ങിയതും വായിക്കാനും എഴുതാനൊക്കെ പഠിച്ചത്. അതുവരെ ഈ മലയാളം അന്ന് തൊട്ട് ഈ മലയാളം ലേണിംഗ് ഉണ്ട്. ഞാൻ MA തിയേറ്റർ ജോയിൻ ചെയ്യുമ്പോഴും ഡയലോഗ്സ് പറയുമ്പോൾ ഞാൻ എക്സ്ട്രാ ലേണിംഗ് അതിന് എടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ട് വേറെ പ്രശ്നമൊന്നുമില്ല, മലയാളി തന്നെയാ. മലയാളം ഒക്കെ സ്ലാങ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? സ്ലാങ് വർക്ക് വൈസ് ഏത് സ്ലാങ് ഓക്കെയാണ്. അത് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാലടിയിൽ പെർഫോമിംഗ് ആർട്സ് ആണോ ധന്യ എന്നൊരു ആക്ടറിനെ? തിയേറ്റർ ആണോ ധന്യനെ ആക്ടർ എന്ന രീതിയിൽ മോൾഡ് ചെയ്തത്? അതെ. കാലടിയിൽ. അതിന് മുന്നേ ഞാൻ മാസ് കോമ ചെയ്തത് ട്രിവാൻഡ്രത്ത് മാറിമാന്യൂസിൽ. അപ്പോൾ അവിടെ തൊട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ബട്ട് അത്രയും ആക്ടിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തൊട്ടാണെന്ന് പറയാം, അവിടെ നിന്നാണെന്ന് പറയാം. ഷോർട്ട് ഫിലിംസും പിന്നെ സ്റ്റേജൊക്കെ കാണാൻ തുടങ്ങിയതും ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്തതും ട്രിവാൻഡ്രത്ത് വെച്ചാണ്. ബട്ട് കാലടി SSUS ജോയിൻ ചെയ്തതിന് ശേഷമാണ് ആക്ടിങ് ഫിക്സ് ചെയ്യുന്നത്. ആക്ടിങ് ആണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഫിക്സ് ചെയ്യുന്നത്. ഒരു കലാകാരൻ എപ്പോഴും ഭയങ്കര ഒരു നല്ല മനസ്സിനുടമകളായിരിക്കും, ഒരു പച്ച മനുഷ്യരായിരിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത്തരത്തിലെ നാടകമൊക്കെ ശരിക്കും പേഴ്സണൽ ലൈഫിനെ കലാകാരി എന്ന രീതിയിൽ എത്രത്തോളം നവീകരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്? എനിക്ക് തിയേറ്റർ ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായത് ഞാൻ കുറച്ചുകൂടി ലൈഫിനെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത് അവിടെ വെച്ചാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആയതും ഞാൻ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങിയതും പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയതും ആൾക്കാരോട് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയതും അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങിയതും എനിക്ക് തോന്നുന്നു നാടകത്തിലൂടെ ആണെന്ന്. അവിടെ തൊട്ട് കാലടി തൊട്ടാണെന്ന് തോന്നുന്നു. അന്ന് വരെ തീരെ ഡിറ്റാച്ച്ഡ് ആണെന്നല്ല, ബട്ട് വേറൊരു സ്റ്റെപ്പിൽ അപ്പായിരിക്കും ഞാൻ കാലടി എന്നുള്ള എൻ്റെ ഒരു നമ്മൾ ലുക്ക് ഔട്ട്
ചെയ്യില്ലേ, നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് വേറൊരു രീതിയിൽ അവിടെ നിന്നാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് വാല്യൂ ഉള്ള സിനിമകൾ വരുന്നത് മലയാളത്തിൽ നിന്നാണെന്ന് പുറത്തുള്ള ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ നോക്കിക്കാണാൻ കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള, അതായത് അവർക്കൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കോണ്ടന്റ് സിനിമകളാണ് ഇവിടെ വരുന്നത്. എക്കോ കഴിഞ്ഞ വർഷം ഇറങ്ങിയത്, അങ്ങനെ സിനിമകളൊക്കെ അങ്ങനെ വരുന്നതൊക്കെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആളാണോ? സിനിമകൾ കാണുമ്പോൾ എന്താണ് ശരിക്കും മലയാള സിനിമേൻ്റെ ഒരു വളർച്ചയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കറക്റ്റ് അപ് ടു ഡേറ്റ് അല്ല, ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ബട്ട് അന്നേരം പോയി വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബട്ട് വാച്ച് ചെയ്യാറുണ്ട് ഞാൻ. ആൻഡ് ഗ്രോ ചെയ്യുന്നുണ്ട്, വർക്ക് വൈസ് ഗ്രോ ചെയ്യുന്നുണ്ട്. ബട്ട് എൻ്റെ ഒരു ആഗ്രഹം കുറച്ചുകൂടി സ്ക്രിപ്റ്റ് വൈസും കുറച്ചുകൂടി സ്റ്റോറി വൈസും ബിൽഡ് ആവണം. ഓഡിയൻസിന് കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള, കുറേയും കൂടി അവരുമായിട്ട് പ്രസൻറ്റിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ധന്യയുടെ ഭാഗത്തു നിന്നുള്ള ആ സിനിമ എഴുതുന്ന അത് എത്തരത്തിലുള്ള സിനിമകളായിരിക്കും? ധന്യ നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളായിരിക്കുമല്ലോ നമ്മളെപ്പോഴും എഴുതും, അങ്ങനെയുള്ള ഒരാൾ തന്നെ എന്തായാലും പ്രസൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അങ്ങനെയാണ് ഞാനത് എഴുതാൻ ശ്രമിക്കുന്നത്. ആൾക്കാർക്ക് കുറച്ചുകൂടി അതിൽ കണക്ട് ആവാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്താണ് പുതിയ, അല്ലാതെ സിനിമ ഇനി എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ, ഒരു തമിഴ് വർക്ക് ആണ് റിലീസ് ആവാനിരിക്കുന്നത്. പോർ പർവൈ എന്ന് പറയുന്ന ഡെബ്യൂ ഡയറക്ടറാണ്, മുത്തു എന്ന് പറയുന്ന ഒരാളാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അതാണ് റിലീസ് ആവാനിരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് വർക്ക് സ്റ്റോക്കിങ്ങിലാണ്, ഫിക്സ്ഡ് അല്ല. ഓക്കെ, ധന്യയുടെ ഇത്രയും വർഷത്തെ കരിയറിൽ ധന്യക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ടർ എന്ന രീതിയിൽ കിട്ടിയ ഒരു അപ്രീസിയേഷൻ എന്തായിരിക്കും? അല്ല, ഇപ്പം ഇത് ചോദിക്കുമ്പോൾ എനിക്ക് അപ്രിസിയേഷനായി തോന്നുന്നത് ആൾക്കാർ ഭയങ്കര രസമായിട്ട് ആ വർക്ക്സിനെ കാണുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നമ്മളിപ്പം ഈവൻ ഒരു കുറച്ച് ടൈമിലേക്ക് നമ്മൾ വന്നു പോയാലും നമ്മളവിടെ ചെയ്ത് വെക്കുന്നത് അവർ നോട്ട് ചെയ്യുന്നുണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. അത് പ്രശ്നമായിട്ടാണെങ്കിലും അവർ പറയുന്നുണ്ട്, അത് അവർക്ക് കണക്റ്റ് ആയെങ്കിൽ അത് അവരതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ അടിപൊളിയായിട്ട് നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.